തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം ഉന്നയിച്ച് CPM 20ഓളം അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് ദേവീദേവന്മാരുടെ പേരുകളിലാണ്. ഇത് തെറ്റാണ്, ചട്ടവിരുദ്ധമാണ് എന്നാണ് CPM ചൂണ്ടിക്കാണിച്ചത്. ഇവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണം, ഇവരെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് CPMന്റെ ആവശ്യം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത് കൃഷ്ണ, വരണാധികാരിയായ കളക്ടർ ഈ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുന്നു. കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ? ഈ വിഷയം നേരത്തെ തന്നെ ഭരണാധികാരിയായ കളക്ടറുടെ മുൻപാകെ CPM എത്തിച്ചിരുന്നു. അതായത് 20ഓളം BJPയുടെ ദേവീദേവന്മാരുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് ഭരണഘടനാ ലംഘനമാണ്, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, ചട്ടലംഘനമാണ് എന്ന വിഷയമാണ് CPMന്റെ പാർലമെന്ററി പാർട്ടി നേതാവായ SP ദീപക് ഉന്നയിച്ചത്. ഈ വിഷയം ഉന്നയിച്ച ദീപക് പറഞ്ഞത് ബലിദാനികളുടെ പേരിൽ ഉൾപ്പെടെ പ്രതിജ്ഞ അംഗീകരിക്കാൻ സാധിക്കില്ല. ചട്ടവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തവരുടെ വോട്ട് മാറ്റി നിർത്തി വേണം കൗണ്ടിംഗ് നടത്തേണ്ടത്. അതായത് വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം വോട്ടെണ്ണുന്ന നടപടിയിലേക്ക് കടക്കുന്നതിന് മുൻപാണ് CPM ഈ വിഷയം ഉന്നയിച്ചത്. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു നടപടിയാണ് തിരുവനന്തപുരം നഗരസഭാ കൗൺസിലിലെ സത്യപ്രതിജ്ഞയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമായി കാണണം എന്നതാണ് CPM ആവശ്യപ്പെട്ടത്. പക്ഷേ കളക്ടർ എടുത്ത നിലപാട് ഈ വിഷയത്തിൽ കോടതിയിലെ കേസുള്ള കാര്യം സത്യമാണ്. അതായത് അതാണ് ഒരു പരാമർശമായി CPM ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ആവശ്യം CPMന്റെ ആവശ്യം കളക്ടർ അനുകുമാരി തള്ളുകയായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്ത് ഒപ്പുവെച്ചതോടെ തന്നെ ഈ അംഗങ്ങളെല്ലാം തന്നെ കൗൺസിലർമാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ആ വിഷയം അന്ന് എന്തുകൊണ്ട് ഉന്നയിച്ചില്ല, അന്ന് ഉന്നയിക്കണമായിരുന്നു എന്നതാണ് SP ദീപകിനുള്ള മറുപടിയായി കളക്ടർ അനുകുമാരി വിശദീകരിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. ഇതോടെ കളക്ടറും SP ദീപക്കും തമ്മിൽ വാഗ്വാദമുണ്ടായി. അതായത് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരമുള്ള വാഗ്വാദമല്ല, മറുപടിക്ക് ഉത്തരത്തിന് മറുപടി എന്ന നിലയിലുള്ള മറുപടികളുണ്ടായി. അതായത് അങ്ങനെ കളക്ടർ പറയുന്നത് ഈ വിഷയത്തിൽ കേസുണ്ടെന്ന് കളക്ടർക്ക് അറിയാം, എന്നിട്ടും എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചു എന്നതായിരുന്നു SP ദീപകിന്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ കളക്ടർ രേഖാമൂലം ഇത് എഴുതി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചു. രേഖാമൂലം മറുപടി നൽകാം എന്ന് കളക്ടർ പറഞ്ഞു. ഇതിനോടൊപ്പം തന്നെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള അതൃപ്തിയും കളക്ടർ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏതായാലും വോട്ടെണ്ണൽ നടപടിയിലേക്ക് കടന്നു. അതായത് CPM ഉന്നയിച്ച ഈ 20ഓളം അംഗങ്ങളുടെ വോട്ട് മാറ്റി നിർത്തണമെന്ന ആവശ്യം ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ തള്ളിയതോടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്.